Good afternoon, all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Okay. Good afternoon. എൻ്റെ പേര് അപർണ എന്നാണ്. ഓക്കെ, നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കണ്ടക്ട് ചെയ്താലോ? ഓക്കെ, നിങ്ങൾ പ്രെയർ ഒക്കെ പറയുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ പ്രെയറിന് എന്നാലും പ്രിപ്പയർ ചെയ്തിരിക്കുന്നേ? മാം ഞാൻ പാടിക്കോട്ടെ. ഓക്കെ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തോട്ടാ. മഞ്ജു എന്നല്ലേ മോന്റെ പേര്? അതെ അതെ. സ്റ്റാർട്ട് ചെയ്തോട്ടാ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദത്തിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങ. വിജ്ഞാനമേകും നിറകതിർത്തുകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. സൈനിങ് തോട്ട് ഓഫ് ദ ഡേ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ശ്രീവിദ്യ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. മോണ്ടിസോറി 2025 ജൂലൈ ബാച്ചിലേക്ക് പഠിക്കാൻ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ക്ലാസ് എടുക്കാൻ വന്ന അധ്യാപികയ്ക്കും എൻ്റെ സ്വാഗതം. സൈനിങ് ഓക്കെയാണ്. തോട്ട് ഓഫ് ദ ഡേ? I am Preeti from Kasaragod. I am going to tell today's thought. Never stop learning because life never stop teaching. Thank you. അപ്പം നമ്മളിനി ഒരു വർഷക്കാലത്തോളം നമ്മൾ ഒരുമിച്ച് ഈ ഒരു ജേർണിയിൽ ഉണ്ടാവും. അപ്പോ നമുക്ക് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, എന്താണ് പേര്, എങ്ങനെയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്തൊന്ന് പറയാൻ പറ്റുമോ എല്ലാവർക്കും? കേൾക്കാം. അപ്പോ മേ ബി എല്ലാവരും കൂടി ഒരുമിച്ച് പറയുമ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ ഒരാൾ പറയുമ്പോൾ അടുത്ത ആള് വെയിറ്റ് ചെയ്യാം. ആളുടെ ടേൺ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ആള് പറയാം, അല്ലെങ്കിൽ അടുത്തൊരാൾ പറയാം. ഓക്കെ, ആദ്യം ഫാത്തിമയാണ്. ഹലോ, എൻ്റെ പേര് മഞ്ജു എന്നാണ്. മരട് എറണാകുളം എന്ന് പറയും. ഫാമിലി രണ്ട് മക്കളാണ്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. നമ്മുടെ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുടുംബശ്രീ വഴിയാണ് ഇത് കിട്ടിയത് മെസ്സേജ്. അപ്പം ചേട്ടനങ്ങനെ പുറത്തൊന്നും പഠിക്കാനൊന്നും വിടില്ല. ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. എക്സാമും എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത്. പിന്നെ മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേരെന്താ? ക്ലിയർ ആവണല്ലോ മാഡം. അപർണ. ഓക്കെ മാഡം. എന്ത് സബ്ജക്റ്റ് എടുക്കണേ? മൊഡ്യൂളിനെ കുറിച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തോ ടീച്ചേഴ്സ്? ക്ലിയർ ആവണില്ല കേട്ടാ. ക്ലിയർ ആവണില്ല. ഓക്കെ, സൗണ്ട് ഇല്ല. ഓക്കെ, ഞാനൊന്ന് ഇൻഫോം ചെയ്തിട്ട് വരാം കേട്ടോ. ടെക്നിക്കൽ ടീമിനോടൊന്ന് പറയട്ടെ കേട്ടോ. 1 മിനിറ്റ്. ഓക്കെ മാഡം.
ഇപ്പൊ കേൾക്കുമ്പോ ക്ലിയർ ആവുന്നുണ്ടോ? ആ മാഡം കേൾക്കുന്നുണ്ട്. ഓക്കെ ട്ടാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയുടെ ഭാഗമായിട്ട് നമുക്ക് 3 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ഇംഗ്ലീഷ് ആണ്. സെക്കൻഡ് മൊഡ്യൂൾ ഫുൾ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് നമുക്ക് എടുക്കുന്നത് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. തേർഡ് മൊഡ്യൂൾ പ്രാക്ടിക്കൽ സെഷൻ ആണ്. നമുക്കറിയാം മോണ്ടിസോറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും സെർച്ച് ചെയ്തിട്ടുണ്ടാവൂലേ, എന്താണ് മോണ്ടിസോറി, ആരായിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അഫ്കോഴ്സ് എന്തായാലും നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്താണ് മോണ്ടിസോറി, ഈ മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. മോണ്ടിസോറി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ. മോണ്ടിസോറി നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മെറ്റീരിയൽസിലൂടെ കുട്ടികളെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്ത് നോർമൽ കുട്ടികളാക്കി മാറ്റാൻ പറ്റും, പെർഫെക്റ്റ് ഇൻഡിവിജ്വൽസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് എങ്ങനെ പറ്റും എന്നാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. മോണ്ടിസോറി മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് പ്രാക്ടിക്കൽ സെഷൻ ആണ്. എങ്ങനെയാണ് മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്യുന്നത്, മെറ്റീരിയൽസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് തേർഡ് മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. മൊഡ്യൂള് 1 അതാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർഷൻ. അത് നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം സിമ്പിൾ ആയിട്ടുള്ള പോർഷനിൽ നിന്ന് ടഫ് ആയിട്ടുള്ള പോർഷനിലേക്കാണ് ഈ ചാപ്റ്റർ വൈസ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് സ്വയമേ വായിച്ചു നോക്കിയാൽ തന്നെ ക്ലിയർ ആവുന്ന ടോപ്പിക്കുകളാണ്. അത് കഴിയുമ്പോൾ പിന്നീട് കുറച്ച് ടഫായിട്ട് വരും. സിമ്പിൾ നമ്മൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ കണ്ടന്റ് ഒക്കെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഫുള്ളായിട്ട് ഡെഫിനിഷനും കാര്യങ്ങളൊന്നും പഠിക്കണമെന്നില്ല. സിമ്പിൾ ആയിട്ട് കണ്ടന്റ് ഉൾക്കൊള്ളാൻ നോക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക. നിങ്ങൾ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ തരും. മോക്ക് ടെസ്റ്റിൽ മേ ബി ഒരു 10 to 50 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. മോക്ക് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു എക്സാം പോലെ. ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് തരും. ഓക്കെ, അപ്പോ ആദ്യം പാർട്ട് 1 ആണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. നമ്മുടെ പാർട്ട് 1 വരുന്ന ഇതിന്റെ പാർട്ടിന്റെ പേര് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഒരു 8 യൂണിറ്റ്സ് ആണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി, ദെൻ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിലേക്ക് വരുന്നു. ദെൻ ലാസ്റ്റ് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ്. ഇതിൽ ഡിപ്ലോമ കുട്ടികളും PG കുട്ടികളും ഉണ്ടോ? PG മോണ്ടിസോറി എടുത്ത കുട്ടികളുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് പാർട്ട് 3 ആയി കഴിയുമ്പോഴാണ് നിങ്ങൾ PG ക്ലാസ്സിലേക്ക് ആഡ് ആകുന്നത് കേട്ടോ. പാർട്ട് 3 ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി PG ക്ലാസ്സിലേക്ക് ആഡ് ആവും. അത്രയും നാള് നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ ഡിപ്ലോമ കുട്ടികളെ പോലെ തന്നെയാണ്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ PGയുടെ 2 മൊഡ്യൂളും കൂടി എക്സാം വരും. PG കുട്ടികൾക്ക് 2 എക്സ്ട്രാ മൊഡ്യൂൾസ് കൂടി പഠിക്കാനുണ്ട്. ഡിപ്ലോമ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു 3 മൊഡ്യൂൾസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ പാർട്ട് 1 ചിലപ്പോൾ ഷെയർ ചെയ്തായിരിക്കും ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. ചിലപ്പോ എന്താ പറയാ, എല്ലാ ടീച്ചേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ചാപ്റ്റർ ഇപ്പൊ നമുക്കിപ്പോ ഓരോ ടീച്ചേഴ്സിനും ഓരോ നോട്ട് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പൊ എന്റെ പോർഷൻ ആണെങ്കിൽ എന്റെ പേര് എഴുതാം, ആ നോട്ട് ഒരെണ്ണം മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കപ്പോ ഒരു കണ്ടിന്യൂഷൻ കിട്ടും ആ ടീച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് ചാപ്റ്ററാണ് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ ലെക്ചർ നോട്ടാണ് നമ്മൾ തരുന്നത്. സ്പെഷ്യലി നമ്മൾ ടെസ്റ്റിനെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ലെക്ചർ നോട്ടുകൾ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ടുകൾ എന്ത് ചെയ്യാം, എഴുതിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാനുള്ളൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആരും സൈനിങ് ഒന്നും ചെയ്തു തുടങ്ങിയില്ല. പക്ഷെ നിങ്ങൾ നല്ല കുട്ടികളാണ്, എല്ലാവരും സൈനിങ് ഒക്കെ ചെയ്തു. അപ്പോ നിങ്ങൾ തന്നെ ആരാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യുന്നത്, ആരാണ് തോട്ട് ഓഫ് ദ ഡേ പറയുന്നത്, ആരാണ് പ്രയർ എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യാം. എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും എൻഗേജ് ചെയ്യണം. എല്ലാ ആക്ടിവിറ്റീസിലും
എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സൈൻ ഇൻ അല്ലെങ്കിൽ പ്രെയർ സോങ് സ്വയം നിങ്ങൾക്ക് ഓൺ ക്രിയേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. പ്രെയർ സോങ് ഒക്കെ നിങ്ങളുടേതായ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സൈനിനും നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കഥകള്, കവിതകള്, അല്ലെങ്കിൽ പാട്ടുകള്, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി, ആക്ഷൻ സ്റ്റോറി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നടക്കുന്ന ഇൻസിഡൻസ്, ചിലപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആയിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാം. അതിനൊപ്പം ടീച്ചറിനെയും ക്ലാസ്സിലും ഒന്ന് വെൽക്കം ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മൾ സൈൻ ഔട്ട് ചെയ്യും. സൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് ക്ലാസ്സിൽ എടുത്ത ആ ടോപ്പിക് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് ക്ലാസ്സിൽ അതൊന്ന് പ്രസന്റ് ചെയ്യാണ്. അപ്പൊ മറ്റു കുട്ടികൾക്കും കൂടെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഒരു ക്ലാസ്സിന്റെ സമ്മപ്പ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇനി അനുഷ ദാസ് അല്ലെ, മ്യൂട്ടാടാ, ഞാൻ മ്യൂട്ട് ചെയ്തതാ. Okay. Hi, ma'am. Good afternoon. Good afternoon. Yeah, myself Anusha Das. എന്താ പറയുന്ന ഇൻട്രൊഡക്ഷൻ, ബാംഗ്ലൂരിലാണ് ബോർഡ് ആൻഡ് ബോട്ടപ്പ് ഒക്കെ ആയിരുന്നത്. കല്യാണം കഴിഞ്ഞ് വന്ന് ഇടുക്കിയിലെത്തി. ഇപ്പോ 3 yearsന്റെ ഒരു ഗേൾ ബേബി ഉണ്ട്. ഒരുപാട് ഗ്യാപ്പ് ആയിരുന്നു പഠിത്തം കഴിഞ്ഞിട്ട്. സോ അതുകൊണ്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കുറച്ച് സമയമുണ്ട്, കൊച്ചു അംഗൻവാടിക്കൊക്കെ പോണത് കൊണ്ട്. അതുകൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. കറക്റ്റ് ടൈമാണ്, കാരണം 3 വയസ്സുള്ള കുട്ടീനെ ഗ്രൂപ്പായിട്ട് നമ്മുടെ മെത്തേഡ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമ്മളുടെ സ്കൂൾ ചിൽഡ്രൻസിനാണല്ലോ നമ്മുടെ മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. 3 to 6 years ഉള്ള കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ മെത്തേഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടീനെ കൊണ്ട് ചെയ്യിച്ച് നോക്കണം. അതൊക്കെ അവന് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ. ഓരോ മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യിക്കും. അപ്പൊ അതൊക്കെ മകനും ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കേടാ നെക്സ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? രജനി. ഹായ് മാഡം. ഹായ്. എന്റെ പേര് രജനി, അങ്കമാലിലാണ് വീട്. ഓക്കെ. ഞാൻ കൊറേ നോക്കിയായിരുന്നു, ഇങ്ങനെ ടീച്ചിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ വഴിയാണ് എനിക്കിത് കിട്ടിയത്. ഓക്കെ. അപ്പം ജോയിൻ ചെയ്തു ഇതിലേക്ക്. എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആദ്യത്തെ ക്ലാസ്സിൽ ജിഷ ടീച്ചർ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കേടാ. ഓക്കെ. അലീന. ഹായ് മാം. ഹായ്. എൻ്റെ പേര് അലീന, ഞാൻ ഇടുക്കിയാണ് എൻ്റെ പ്ലേസ്. ഞാൻ ഹസ്ബൻഡിനെ ഒരു സ്റ്റാറ്റസ് വഴി കണ്ടതാണ്. ഹസ്ബൻഡിന് ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഹസ്ബൻഡിന്റെ ഒക്കെ പറഞ്ഞ് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കൂടുതലൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ കണ്ടു, ജോയിൻ ചെയ്തു. ഓക്കേടാ. വിനീഷ അല്ലേ പേര്? വിനീഷ. ഓക്കെ. ഹായ്. മ്യൂട്ടാടാ. മ്യൂട്ട്. ഓക്കെ. എന്റെ പേര് രഞ്ജിത. വിനീഷ ഹസ്ബൻഡിന്റെ പേര്. വിനീഷ ഹസ്ബൻഡ്. വിനീഷ എന്ന് വായിച്ചത്. സോറിടാ. പിന്നെ എന്റെ വീട് കണ്ണൂരാണ്, ചെറുപുഴ. വീട്ടിൽ ഹസ്ബൻഡ്, അച്ഛനും അമ്മയും. ഹസ്ബൻഡ് പുറത്താണ്, ഷാർജയിലാണ്. ഒരു മോനുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആക്ച്വലി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു അക്കൗണ്ട്സിൽ. ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഇപ്പൊ പിന്നെ ചെയ്യുന്നില്ല. ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടായൊക്കെ ആയതുകൊണ്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഈ ഫീൽഡ് എനിക്കിഷ്ടമാണ്. പക്ഷേ ബികോം പഠിച്ചത് കൊണ്ടും പിന്നെ എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടും അക്കൗണ്ട്സ് ഫീൽഡിലേക്ക് അങ്ങനെ പോയി. അത് പക്ഷെ എനിക്ക് അവിടെ എന്താ പറയാ, നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം കുറച്ച് ദൂരെയാണ്. അപ്പൊ ഇവനും ചെറുത് സ്കൂളിലൊക്കെ പോകുന്ന ടൈമാണ്. ഇവന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്തെങ്കിലും പുതിയത് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എങ്ങനെ പോവും, എങ്ങോട്ട് പോവും, എല്ലാവർക്കും
എന്താ ഒരു എക്സ്പീരിയൻസ് വേണം മെയിനായിട്ട് ജോലിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ. എക്സ്പീരിയൻസ് ഇല്ല, ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എവിടെയും ജോലിക്ക് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ ഇപ്പൊ ഇത് കണ്ടത് ഞങ്ങളുടെ ഇവിടെ അംഗൻവാടി ടീച്ചറിന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്ത് ചോദിച്ചു ടീച്ചറുടെ അടുത്ത്. അപ്പൊ അതുവഴി നേരിട്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. ഓക്കെ രജനി പറഞ്ഞല്ലോ ഇൻട്രൊഡക്ഷൻ പറ. അഞ്ജന കെ. മ്യൂട്ടാടാ. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അഞ്ജന. ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട്. ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ടത് തൃശ്ശൂരാണ്, കോട്ടകരയിലാണ്. എനിക്ക് ഒരു കൊച്ചുകുട്ടിയാണ്. ഹസ്ബൻഡും കൊച്ചുകുട്ടിയും ഹസ്ബൻഡിന്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് താമസം. പിന്നെ കൊച്ചായ പിന്നെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായില്ല. എനിക്ക് ഓൺലൈൻ ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ക്ലാസ്സിൽ ചേരാൻ കാരണം എനിക്ക് പോയി വരാൻ നടക്കണ കാര്യമല്ലായിരുന്നു. പിന്നെ ടീച്ചർ ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു അവസരം കിട്ടി. ഇതില് ഉണ്ടായ രേവതി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി. അറിഞ്ഞപ്പോ തന്നെ ഞാൻ ചേർന്നു. ഇനി എല്ലാം ഉണ്ട് എന്റെ കയ്യില്. നിമ്മി. ഹായ് മാം, എൻ്റെ പേര് നിമ്മി റിനോയ്. എൻ്റെ വീട് പുക്കാട്ടുപടിയിലാണ്, എറണാകുളത്ത് തന്നെ. വീട്ടില് പപ്പ, അമ്മ, ഹസ്ബൻഡ് പുറത്താണ്. പിന്നെ കൊച്ചുണ്ട് 6 വയസ്സ്, ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. പിന്നെ ബ്രദറുണ്ട്, ബ്രദറിന്റെ വൈഫ്, കുട്ടി. ഇത്രയും പേരാണുള്ളത്. പിന്നെ ഞാൻ ഓൾറെഡി മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പോ ഒരു ഇന്റീരിയറിന്റെ ഒരു കോഴ്സ് കൊണ്ട് ഞാൻ ചെയ്തായിരുന്നു, ഒരു 1 ഇയറിന്റെ. അപ്പൊ അതിന്റെ ഇതില് ഒരു 3 months ആയിട്ട് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ മെത്തേഡിലേക്ക് എങ്ങനെയാ വന്നത്? അമ്മച്ചിയുടെ കുടുംബശ്രീയുടെ ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ എനിക്ക് ഇങ്ങനെ ടീച്ചിങ് ഇഷ്ടമായിരുന്നു. ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന സ്കൂള് അവരുടെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. വലിയ സ്കൂളായിരുന്നു, പക്ഷെ എന്തോ അവര് മാനേജ്മെന്റിന്റെ പ്രശ്നം കാരണം അവര് ക്ലോസ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയില്ല, പിന്നെ വേറൊരു സ്കൂൾ എനിക്ക് അങ്ങ് സെറ്റ് ആകുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു, ഒരു പ്രീ സ്കൂൾ പോലെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഇത് എടുക്കാൻ കാരണം. നന്നായി. നമ്മുടെ മെത്തേഡ് അല്ലെങ്കിൽ PG ആണോ? PG ആണ്. അപ്പൊ പറ്റൂല, നമുക്ക് പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കുക്കു. പേര് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആ ഇമേജിൽ കാണുന്ന പേരാണ് പറയുന്നത്. കുക്കു. ചിക്കു. കുക്കു അല്ല, ചിക്കു. ഓക്കെ. ഇനി പരിചയപ്പെടാനുള്ളവർ പറഞ്ഞോട്ടെ, കാരണം ഞാൻ പേര്. ഓക്കെ, പറഞ്ഞോടാ. ഹായ് മാം, എൻ്റെ പേര് ചിക്കുമോൾ എന്നാണ്. ഞാൻ ഇവിടെ ഒമാനിലാണ്, മസ്കറ്റില്. എൻ്റെ ഹസ്ബൻഡും മോളുമായിട്ട് ഇവിടാണ്. ഹസ്ബൻഡ് ഇവിടാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടില് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് എൻ്റെ വീട്. ഞാൻ ബിടെക് കഴിഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ IIT പാലക്കാടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞുണ്ടായ ശേഷം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ കുഞ്ഞ് ആയിട്ട് ഇങ്ങ് പോന്നു ഹസ്ബൻഡിന്റെ കൂടെ. അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ട് ഒരു എക്സാം എഴുതി ഡിപ്ലോമ ചെയ്യുന്നുണ്ടായിരുന്നു നെറ്റ്വർക്കിങ്ങിൽ. അപ്പൊ 1 വർഷം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ എക്സാം ഇപ്പൊ ജൂണിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോ ഒമാനിൽ വന്നു. അപ്പൊ വന്നപ്പോ ഹസ്ബൻഡ് പറഞ്ഞത് ഈ കോഴ്സിനെ പറ്റി, നീ 1 ഇയറും കൂടെ വീട്ടിൽ ഇരിക്കുവല്ലേ, ചെയ്യെന്നും പറഞ്ഞ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. മോക്ക് 2 വയസ്സായി. 3 വയസ്സാകുമ്പോൾ തൊട്ടല്ലേ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളൂ. അപ്പൊ 1 ഇയർ കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന ടൈം വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാനിത് ഈ പ്രൊഫഷൻ എടുത്തതാണ് ഇപ്പൊ. കറക്റ്റ് ടൈമാണ്. മോളെയും ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും ഈ മെത്തേഡിലൂടെ. അവനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റുന്ന 2.5 ആകുമ്പോഴേക്കും നമുക്ക് അവനെ കുട്ടീനെയും ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. മെത്തേഡ് കുറച്ച് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. ഓക്കെ റിയ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സഫോറ, ഫ്രം കാസർഗോഡ്. പറഞ്ഞോടാ. മുമ്പ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിന്, പക്ഷേ സർട്ടിഫിക്കറ്റ് TTCന്റെയോ NTTC ഒന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടാ. അതുകൊണ്ട് ഇപ്പോ ഏത് സ്കൂളിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. 6 വർഷം മുമ്പാണ് പഠിപ്പിച്ചോണ്ടുണ്ടായത്. ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷം കഴിഞ്ഞ്. അതുകൊണ്ട് ഇപ്പോ
ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ എവിടെയും നമുക്ക് സീറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു പഞ്ചായത്ത് ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ കുഞ്ഞിക്ക് 2.5 വയസ്സായി. അടുത്ത വർഷമാകുമ്പോ ഒരു 3.5 വയസ്സാകുമ്പോ കുഞ്ഞിനെയും ചേർത്തിട്ട് ജോലിക്ക് പോകാന്നാണ് വിചാരിക്കണം. 2 മക്കളാണ്. ഹസ്ബൻഡ് കൂലിപ്പണി. പക്ഷെ ഞാൻ ഇതുവരെ ബുക്ക് വാങ്ങിച്ചില്ല മിസ്. ബുക്ക് പെട്ടെന്ന് വാങ്ങിക്കണം. PR-നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എനിക്ക് ബുക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയുന്നൂടാ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചിങ് മാത്രമേ. ഓക്കെ 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 ശരി. ഹായ് ഹായ് കാവ്യ. കാവ്യ, എൻ്റെ പേര് കാവ്യ എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പറഞ്ഞോടാ. പറയാ, ഗ്രൂപ്പ് വഴിയാണ് കിട്ടിയത്. കുടുംബശ്രീ ഗ്രൂപ്പ് വഴിയാണ് കോഴ്സിനെ പറ്റി അറിഞ്ഞത്. ടീച്ചിങ് താല്പര്യം ആയതുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തതാണ്. പിന്നെ ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ ഇത് കയറാന്ന് വെച്ചു. ഓക്കെ മാം. ഓക്കേടാ. ഹായ് മാം. ഹായ്. എൻ്റെ പേര് ലുബ്ന, തൃശ്ശൂരാണ്. കല്യാണം കഴിഞ്ഞ് 3 മക്കള് ഇന്നൊരു പഠിക്കാണ്. ചെറിയ ആള് ഇപ്പൊ LKG പോണു. എനിക്ക് പഠിക്കുന്ന സമയത്ത് ടീച്ചറാവാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ +2 കഴിഞ്ഞ അപ്പൊ തന്നെ മാരേജ് ആയി. പിന്നെ കുട്ടികള്, അപ്പൊ നമുക്ക് പിന്നെ പഠിക്കാനൊന്നും സാധിച്ചില്ല. അപ്പൊ ഞാൻ ഈ മോണ്ടിസോറിനെ പറ്റി ഇങ്ങനെ അറിയുമ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാൻ കുറെ സെർച്ച് ചെയ്തിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പൊ ഇതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്രീ കോഴ്സ് 1 month മോണ്ടിസോറി എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവർ ഒരു ഫ്രീ കോഴ്സ് തരുന്നുണ്ട് നമുക്ക്. അപ്പൊ ഞാൻ ജസ്റ്റ് അത് ജോയിൻ ചെയ്തിരുന്നു. ഇപ്പൊ ക്ലാസ് കഴിയാനായി. അപ്പൊ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്കാണ് കുടുംബശ്രീ വഴി ഇതിനെ പറ്റി അറിഞ്ഞത്. നമ്മൾ മറ്റുള്ള ഇതിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഫീസ് ഒന്നും നമുക്ക് അത്ര അഫോർഡബിൾ ആയിരുന്നില്ല. നല്ല ഫീസ് വരുന്നുണ്ട്. 6 monthsന് തന്നെ നല്ല ഫീസ് വരുന്നുണ്ട്. നമുക്കത് പറ്റില്ല. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഫീസും അഫോർഡബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഓക്കേടാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് സുശീല. വീട് ഗുരുവായൂരാണ് മാം. ഹലോ മാം. കേൾക്കാം. പ്രസീത പറഞ്ഞോടാ. ഗുരുവായൂരാണ് മാം. ഞാൻ MSc മൈക്രോബയോളജി കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. ക്ലിനിക്കൽ റിസർച്ച് ഫീൽഡിലായിരുന്നു. അപ്പം ആഫ്റ്റർ മാരേജ് ഇവിടെ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഗുരുവായൂർ അടുത്തൊന്നും ഒരു വലിയ ഇൻഡസ്ട്രീസ് അതുപോലുള്ള ഒരു സംരംഭങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തൃശ്ശൂർ തന്നെ പോകണം. ട്രാവലിംഗ് ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. മക്കള് മൂത്താള് 5th താഴെയുള്ള ആള് 2nd സ്റ്റാൻഡേർഡും ആയിട്ടുള്ളൂ. അപ്പോൾ 2nd സ്റ്റാൻഡേർഡിലുള്ള ആളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാറാവുമ്പോഴേ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു ജോബ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം എനിക്ക് വെറുതെ ഇരിക്കാനും വയ്യ. അപ്പോൾ എന്തായാലും ഒരു ടീച്ചിങ് വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. പഠിക്കുന്ന കാലത്ത് എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം. പിന്നെ സയൻസ് ഫീൽഡിൽ പോയപ്പോൾ പിന്നെ റിസർച്ച് എന്നുള്ളതിൽ പിന്നെ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ വീണ്ടും പിന്നെ ഞാൻ 1-2 സ്കൂളിൽ ഇവിടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു. പക്ഷെ ടീച്ചിങ്ങിന്റെ വേറൊരു സർട്ടിഫിക്കറ്റും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എടുത്തിരുന്നില്ല അവര്. പിന്നെ അവരൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു കോഴ്സ് കണ്ടപ്പോ എന്തായാലും ഇവരുടെ സ്കൂളിൽ ഒരു ടീച്ചർ തന്നെയായിരുന്നു മോണ്ടിസോറിയുടെ. ടീച്ചർ കുടുംബശ്രീയിലെ അംഗമാണ്. അപ്പൊ ടീച്ചർ മുഖാന്തരമാണ് അറിഞ്ഞത്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ടിൽ ഞാൻ അന്വേഷിച്ചു. വേറെ സ്കൂളിൽ തൊട്ടടുത്ത് അന്വേഷിച്ചു. 35,000-ഓളം ഉണ്ട് നമ്മുടെ കോഴ്സിന് തന്നെ, ഇതേ സെയിം കോഴ്സ്. അപ്പോൾ ഇത് വളരെ സന്തോഷമായി. ഹലോ മാം. എൻ്റെ പേര് പെയ്ത. എനിക്കൊരു മോനുണ്ട്. 10th-ലായിട്ടുണ്ട്. ഹസ്ബൻഡ് കുവൈറ്റിലാണ്. അപ്പോൾ ഞാൻ 9th സ്റ്റാൻഡേർഡ് മുതൽ ടീച്ചിങ് പ്രൊഫഷനിൽ ഉള്ള ആളാണ്. ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബശ്രീ വഴിയാണ് ഞാൻ ഇത് അറിഞ്ഞത്. അങ്ങനെയാണ് വന്നത്. ഹലോ മാം, ഞാൻ ഹരിത, പിറവത്താണ്. കുടുംബശ്രീ വഴിയാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമായതുകൊണ്ട് അതിനകത്ത് ചേർന്നു. +2 കഴിഞ്ഞ ഉടനെ കല്യാണമൊക്കെ ആയിരുന്നു. പിന്നെ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല. ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് ചേർന്നായിരുന്നു. പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ കൊച്ചൊക്കെ ആയി പോവാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പൊ 8 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന.
ഇത് കുടുംബശ്രീ വഴി കണ്ടപ്പോ താല്പര്യം തോന്നി ചേർന്നു. ഹായ്. എന്റെ പേര് ശൈലി. ശൈലി. ശൈലി പറഞ്ഞോടാ. കാസർഗോഡാണ്. ഒരു കുട്ടിയുണ്ട്, 5 വയസ്സുള്ള മോളുണ്ട്. കാസർഗോഡാണ് വീട്. ഓക്കേടാ. ഹലോ, കേക്കാം പറഞ്ഞോട്ടോ. 5 വയസ്സുള്ള മോളുണ്ട്. ഇപ്പൊ ഞാൻ പ്രഗ്നൻസിയാണ്, കാരിങ് ആണ്. ഓക്കേടാ. ഓക്കെ ശൈലി. ഹലോ, അപ്പൊ ടൈം ഓക്കേടാ. ഹലോ. കേക്കാം. നസ്രിയ. നസ്രിയ, പാലക്കാടാണ്. പാലക്കാട് എന്ന് വെച്ചാൽ മലപ്പുറം ബോർഡർ ആയിട്ട് വരും. +2 കഴിഞ്ഞിട്ടുള്ളൂ. +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10 വർഷം കഴിഞ്ഞു. അതിനുശേഷം +2 കഴിഞ്ഞിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കൊരു കരിയർ കിട്ടാൻ പറ്റുക പറയുന്നത് മോണ്ടിസോറി ആയിട്ട് തോന്നി. അപ്പോ അതുകൊണ്ട് ചേർന്നാണ്. ഓക്കേടാ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അയന. ഞാൻ TTC കഴിഞ്ഞു, അപ്പം ഡിഗ്രിയും കഴിഞ്ഞു. ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇരിക്കുന്നു. പുള്ളിക്ക് ഒരു 6 മാസമായി. ട്യൂഷൻ എടുക്കുന്നുണ്ട്, ട്യൂഷൻ സെന്റർ നടത്തി അങ്ങനെ പോണു. പിന്നെ മേമ വഴിയാണ് ഇതറിഞ്ഞത്. പിന്നെ TTCക്ക് പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു അസൈൻമെന്റ് സെമിനാറൊക്കെ കിട്ടിയത് മോണ്ടിസോറിനെ കുറിച്ചായിരുന്നു. അപ്പൊ തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇതിനെ പഠിക്കണം, അല്ലെങ്കിൽ അതുപോലെ ഒരു കിൻഡർ ഗാർഡൻ പോലെ ഒരു സ്കൂൾ തുടങ്ങണം എന്നൊക്കെ. പിന്നെ ടീച്ചിങ്ങിലേക്ക് അങ്ങനെ മാറി. അത് കഴിഞ്ഞിട്ട് മേമ വഴിയാണ് മോണ്ടിസോറിയുടെ ഇതറിഞ്ഞത്. അപ്പൊ നല്ല ഇൻട്രസ്റ്റ് ആയി. പിന്നെന്ന് വെച്ചാൽ ഉണ്ണി ചെറുതായതുകൊണ്ട് എന്നുള്ളൊരു അതും കൂടിയുള്ള കാരണം ഇതിനങ്ങനെ ചേർന്നു. അങ്ങനെ തോന്നുന്നു. ഓക്കേടാ. ഹലോ മാം. ഹലോ, എൻ്റെ പേര് സൂര്യ. ഞാൻ കൊല്ലത്തുനിന്നാണ്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാള് 2ല്, ഒരാള് അംഗൻവാടി ചെയ്യുന്നു. ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷനോട് താല്പര്യമുള്ളത് ഈ ഒരു കോഴ്സിന് ചേർന്നത്. അംഗൻവാടി ടീച്ചർ അറിഞ്ഞത്. ഇപ്പൊ വീട്ടില് വെറുതെ ഇരുന്നപ്പം ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കാമല്ലോ എന്ന് കരുതി ചേർന്നു. ഓക്കെ. ഹായ് മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ബിൻസി. എൻ്റെ വീട് പാലക്കാടാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് എടപ്പാള് ചങ്ങരംകുളം. ഹസ്ബൻഡ് ദുബായിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഹൗസ് വൈഫാണ്. M.Com കഴിഞ്ഞു. 4 കുട്ടികളുണ്ട്. മൂത്താള് 4ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് UKGയില്. ചെറിയ കുട്ടികൾ ഇപ്പോൾ 11 month ആയി. ട്വിൻസ് ആണ്. ഒരു ബോയ് ഒരു ഗേളും ആണ്. അപ്പോ ട്വിൻസ് ആയ കാരണം പിന്നെ പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല, പുറത്ത് പോയി പഠിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ വാർഡിന്റെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാണ്. അപ്പൊ ഇവര് വലുതാവുമല്ലേ, അപ്പൊ ആ സമയം വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് ഒരു കോഴ്സും ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു. ഹായ് മാം. ഹായ്. ഹായ് മാം, എൻ്റെ പേര് ഷിജിന. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എനിക്കിപ്പോൾ ഒരു മോളുണ്ട്, 2 വയസ്സായ. പിന്നെ ഹസ്ബൻഡ്, അച്ഛനമ്മ ഇവരുടെ വീട്ടിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ റീജോയിനിങ് ആണ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ചേർന്നതാണ്. ഫെബ്രുവരി ബാച്ച് എന്ന് പറയുമ്പോൾ ഇത് ബാച്ചാന്ന് അറിയാവോ? എത്രാമത്തെയാണെന്ന് അറിയില്ല അല്ലെ? അറിയില്ല. ഫെബ്രുവരി അങ്ങനെയാ കാണുന്നത് ലിങ്കില്. 10 ആണോ? MT 10 ആണോ? എങ്ങനെ? MT 10 ആണോ? 10 അല്ല, 5 എന്തോന്നോ. 5ഓ? ജൂലൈ 5. ജൂലൈ 5. കഴിഞ്ഞ ജൂലൈന്ന് ഈ ജൂലൈയിലേക്ക് ജോയിൻ ചെയ്തേണം.
ആ അതെ അതെ 1 ഇയർ ഗ്യാപ്പ് ഉണ്ടോ? ആ കുട്ടികൾ പാസ് ഔട്ട് ആയടാ കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ കോൺവെക്കേഷൻ ആ 25-ന്റെ. ഞാൻ അറിഞ്ഞു. ഓക്കേടാ, അവരുടെ കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ആ ആ ആ ടൈം കളയണ്ട, ഇനി കണ്ടിന്യൂ തന്നെ ചെയ്യാട്ടോ. നമുക്ക് അവസരങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല, ടൈം ഭയങ്കര വാല്യുബിൾ ആണ്. ആ ഓക്കേടാ, അശ്വജന. നെക്സ്റ്റ് ആരാണ്? ഹലോ മാം, എൻ്റെ പേര് ദിവ്യ. ഹലോ, പറഞ്ഞോടാ. ഹലോ മാം, എൻ്റെ പേര് ദിവ്യ. ദിവ്യ കണ്ടിന്യൂ ചെയ്തോടാ, പറഞ്ഞോടാ. ഞാൻ മൂവാറ്റുപുഴയിലാണ് എൻ്റെ വീട്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനും മോണ്ടിസോറിയുടെ ടീച്ചിങ് ഫീൽഡിനെ പറ്റി ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ ഇതിപ്പോൾ കുടുംബശ്രീ വന്ന ഒരു ലിങ്ക് വഴിയാണ് ഞാൻ അന്വേഷിച്ചത്. നമുക്ക് ഏറ്റവും ഫേവറായിട്ട് കിട്ടിയ ഒരു ഫീസ് ഞാൻ നോക്കുമ്പോൾ ഇതായിരുന്നു. കാരണം 3-4 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ അന്വേഷിച്ചപ്പോഴും ഫീസ് നമുക്ക് ഇച്ചിരി അധികം ഫീസായിരുന്നു. അപ്പം ഏകദേശം നമുക്ക് ഫേവറായ രീതിയിൽ കിട്ടിയ ഒരു ലിങ്ക് ആയിരുന്നു ഇത്. ഇപ്പം ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ബാക്കിയെല്ലാം നമുക്കെല്ലാം അംഗീകാരത്തോടും കൂടിയ സർട്ടിഫിക്കറ്റ് തന്നെയാണെന്ന് മനസ്സിലായപ്പം ജോയിൻ ചെയ്തു. ഞാൻ ഡിഗ്രി പഠിച്ചതാണ്. PGക്ക് ഞാൻ 1 ഇയർ പോയി, കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ആയപ്പോഴത്തേക്കും ആ ഫീൽഡിൽ നിന്ന് മാറി നിന്നു. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡ് തന്നെയായിരുന്നു ഇഷ്ടം. അപ്പം ഇപ്പം മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരികെ ആ ഫീൽഡിലേക്ക് തന്നെ പോയേക്കാന്ന് ഓർത്തിട്ടാണ് ഇപ്പം ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തത്. ഓക്കെ ദിവ്യ. ഹായ് മാം. ഹായ്. ഹായ്, എൻ്റെ പേര് നെഫ്ല. കേക്കാവോ മാം? ഹലോ, പറഞ്ഞോടാ, കേൾക്കാൻ പറ്റുന്നത്. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആണോ? ഹലോ, പറഞ്ഞോട്ടോ. കേക്കാവോ? എൻ്റെ പേര് നെഫ്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. കേക്കാവോ മാം? ഓക്കെ. ഹായ് മഞ്ജു. ഹായ് രേഷ്മ. ഹായ് അൻസില. എൻ്റെ പേര് അൻസില. പറഞ്ഞോടാ. ഹായ് മാം, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അൻസില. ഞാനിവിടെ മലപ്പുറം തിരൂരിന്നാണ്. 2 മക്കളുണ്ട്. +2 CPS കോഴ്സായിരുന്നു മോണ്ടിസോറിനെ കുറിച്ചിട്ടുള്ള. അത് കഴിഞ്ഞ് പിന്നെ 1 ഇയർ MLT പഠിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞു. പിന്നെ മക്കളൊക്കെ ആയതിന് ശേഷം ആ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടത്. അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ അൻസില. ഹായ് മാം. ഹായ്. കോഴിക്കോട് നിന്നാണ്. പേര് ഹിസ. ഞാൻ തട്ടേന് മാരേജ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടിയായി, മോനെ ഉണ്ട്. ഇപ്പൊ മോൾക്ക് 4 വയസ്സായി, LKG പഠിക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. മെസ്സേജ് പറഞ്ഞ ശേഷം പിന്നെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരു പ്രൈസിന് പഠിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് ആണ്. അപ്പോൾ വീട്ടില് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതിനു പുറമെ കോഴ്സും കൂടി പഠിക്കാൻ കരുതി ജോയിൻ ചെയ്തു. ഓക്കേടാ. നഫിയ. ഓക്കെ, ഞാൻ വായിക്കുന്നുണ്ട്. പാർവതി പറഞ്ഞോടാ. ഹലോ മാം, എൻ്റെ പേര് പാർവതി. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മ, അച്ഛൻ, പിന്നെ എനിക്കൊരു കുഞ്ഞു വാവയുണ്ട്. ആൾക്ക് 2 വയസ്സായില്ല. പിന്നെ ഞാൻ ഈ കോഴ്സ് കണ്ടത് ഇത് കണക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. പിന്നെ എനിക്ക് ടീച്ചിങ് പഠിക്കാനായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ എന്നെ ഇത് എടുത്തത്.
ഓക്കേടാ. ഹായ് മാം. ദിവ്യ. എൻ്റെ പേര് ദിവ്യ വിനീഷ്. എൻ്റെ വീട് പത്തനംതിട്ട കവിയൂരാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞു മോനെ. വീട്ടില് ഹസ്ബൻഡ്, അമ്മ, മക്കളുണ്ട്. 3 പേരാണ്. മൂത്ത മോള് 6 വയസ്സ്, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവർക്ക് 2 കൊച്ചു പിള്ളേരാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. അംഗൻവാടി ടീച്ചർ വഴിയാണ് ഈ കോഴ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ ദിവ്യ. ഹായ് മാം. ഹായ്. എൻ്റെ പേര് കാർത്തിക. എറണാകുളം നോർത്ത് പറവൂര് തന്നെയാണ്. ആ പിന്നെ ഞാൻ TTC ഒക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ നമ്മള് ചെറിയ ഇവിടെ CBSE സ്കൂളിലൊക്കെ ഓരോ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ചെറിയ ക്ലാസ്സിൽ മോണ്ടിസോറി നിർബന്ധമാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് മോണ്ടിസോറി എടുത്ത് പഠിക്കാമെന്ന് കരുതിയിട്ട് ചേർന്നതാണ്. മനക്കപ്പടി. താങ്ക് യു മിസ്. ഹലോ മാം, എൻ്റെ പേര് ഷംസീന. എൻ്റെ വീട് പാലക്കാടാണ്. ഷംസീന, പാലക്കാടാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാള് 1-ാം ക്ലാസ്സിലും ഒരാൾക്ക് 2 വയസ്സുമാണ്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഡിഗ്രി കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ അടുത്ത കോഴ്സിന് ചേർന്നിട്ടുള്ളത്. എനിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിച്ചിട്ട് ഏത് കോഴ്സായാലും കുഴപ്പമില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. കുടുംബശ്രീ വഴിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ജോയിൻ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു. Hi ma'am, good afternoon. Hi. I'm Sherin from പാലക്കാട്. ഞാൻ പഠിച്ചത് ഒക്കെ മധ്യപ്രദേശിലാണ്. അപ്പൊ എനിക്ക് മലയാളം അത്രയ്ക്ക് ഒരു ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വായിക്കാനും. അപ്പൊ ഇപ്പൊ എനിക്കൊരു കൊച്ചുമോളുണ്ട്, 2 വയസ്സാവുന്നേ ഉള്ളൂ അവൾക്ക്. അപ്പൊ അത് എനിക്ക് കൊച്ചിലെ തൊട്ട് അംബിഷൻ ഉണ്ടായിരുന്നു ടീച്ചർ ആവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇപ്പം ഇവിടെ മമ്മിയും പറഞ്ഞു, പിന്നെ ഹസ്ബൻഡും പറഞ്ഞു TTC പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്ത് തന്നെ സ്കൂളുണ്ട്. അപ്പൊ അവിടെ ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ, പഠിപ്പിക്കുവാണെങ്കിൽ അത് നല്ലതാണെന്ന്. എന്റെ പപ്പ ആണെങ്കിൽ മ്യൂസിക് ടീച്ചർ ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണയായിട്ട് ക്ലാസ് നോർമലി നമ്മൾ സിലബസും എക്സാമും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. ബട്ട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മേ ബി ലാംഗ്വേജ് മലയാളവും കൂടി ഓപ്റ്റ് ചെയ്യും. ഇംഗ്ലീഷ് പ്ലസ് മലയാളം ആയിരിക്കും. ഫുള്ളി നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാനായിട്ട്. കാരണം നമുക്കറിയാലോ ക്വാളിഫിക്കേഷൻ ഡിഫറൻസ് ഉണ്ട്. 10th മുതൽ കുട്ടികൾ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ലാംഗ്വേജിലോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ദെൻ വേറൊരു കുട്ടിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, MP. ഓക്കെ, വിസ്മയ മുൻ മലയാളി അല്ലേ? വിസ്മയ രാകേഷ്. ഞാൻ വേറെ കുട്ടിയും പുറത്താണെന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ലാംഗ്വേജ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. കാരണം നമുക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാന്നുള്ളത്. കാരണം മുമ്പും നമ്മുടെ ബാച്ചിലെ മണിപ്പൂരി കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ഡിഫറെന്റ് ലാംഗ്വേജ് ആണ്. എന്നാലും നമ്മുടെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സെഷൻ ഒക്കെ ഉണ്ട്. അപ്പോ ഓക്കെ, സുബി പറഞ്ഞോ, ഒരു പേര് പറഞ്ഞോ. ഹലോ മാം, എൻ്റെ പേര് സബിത. മലപ്പുറം പെരുന്തമണ്ണയാണ് എൻ്റെ വീട്. എനിക്ക് ടീച്ചിങ് നല്ല ഇഷ്ടമുള്ള ജോബാണ്. ഞാനിപ്പോ ഒരു സ്കൂളില് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ കുട്ടികളെങ്ങനെ കാണുമ്പോ എനിക്ക് പഠിക്കണമെന്നൊരു ഇൻട്രസ്റ്റ്. ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ CTTC ആണ് പഠിച്ചിരുന്നത്, കമ്പ്യൂട്ടർ TTC. അപ്പൊ ഇടയ്ക്ക് ക്ലാസ്സിൽ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോ കുട്ടികളെന്ന് ട്രൈ ചെയ്യാൻ നോക്കലുണ്ട്. അപ്പൊ അങ്ങനെ എന്നാ ഇതെടുത്ത് നോക്കാന്ന് വിചാരിച്ച അങ്ങനെ കയറിയതാണ്. ശരി.
ഹായ് മാം, ഐ എം അഹന. അഹന. മാം, ഞാൻ കൊല്ലത്ത് നിന്ന് വരികയാണ്. എനിക്ക് ഇപ്പം ഹസ്ബൻഡിന് 2 കുട്ടികളും ഉണ്ട്. ഹസ്ബൻഡിന്റെ അമ്മയും അമ്മാമയും ഒക്കെ വീട്ടിലുണ്ട്. അപ്പം ഹസ്ബൻഡിന്റെ വീട്ടിൽ ആർക്കും അത്ര പഠിക്കുന്നതിനോടോ ജോലി ചെയ്യുന്നതിനോടോ താല്പര്യമില്ല. ഇപ്പം 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. മോൾക്ക് 9 വയസ്സുണ്ട്, ഇളയ ആൾക്ക് 1 വയസ്സും. എൻ്റെ അമ്മ അംഗൻവാടി ടീച്ചറായപ്പോൾ അമ്മയാണ് എന്നെ ഇത് അയച്ചു തന്നത്. ഞാൻ ഒരുപാട് നാളായിട്ട് മോണ്ടിസോറിക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഇന്റർവ്യൂവിനൊക്കെ ഞാൻ പോയായിരുന്നു അംഗൻവാടിയുടെ. അപ്പം എല്ലാവർക്കും മോണ്ടിസോറി ഉള്ളവരായിരുന്നു വന്നത്. അപ്പം ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തായിരുന്നു മോണ്ടിസോറിയെ പറ്റി. അപ്പം എല്ലായിടത്തും ഫീസ് കൂടുതൽ, ഭയങ്കര ഫീസ്. അപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ എനിക്ക് ഫീസ് കൊടുക്കാൻ അത്രയും പറ്റത്തില്ല. അപ്പോഴാണ് അമ്മ ഇതെനിക്ക് ഫീസ് കുറവാണെന്നും പറഞ്ഞ് എനിക്ക് അയച്ചു തന്ന് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഡിപ്ലോമയാണോ? എന്തോ? PG ആണോ ഡിപ്ലോമയാണോ? ഞാൻ PG. ഓക്കെ ഓക്കെ PG മോണ്ടിസോറി ചെയ്യാൻ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. ഹായ് മാം, ഹായ്. എൻ്റെ പേര് അനുശ്രീ എന്നാണ്. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ബ്രദർ, അമ്മൂമ്മയുണ്ട്. ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്കണോമിക്സിൽ. പിന്നെ ടീച്ചിങ് ഇഷ്ടമായതുകൊണ്ട് തന്നെ അങ്ങനെ ഗ്രൂപ്പിൽ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ മെസ്സേജ് അയച്ച് തിരക്കുമായിരുന്നു. ഓക്കെ. ഓക്കെ, എല്ലാവരും ഇംഗ്ലീഷ് മെച്ചപ്പെട്ടു എന്ന് വിചാരിച്ചു. ഹായ്. ഹലോ മാം. പറഞ്ഞോളാം. കേക്കാട്ടോ. പ്രിയങ്ക പറഞ്ഞോളാം. അടുത്ത ആള്. കേൾക്കാവോ? ഹലോ. ഓക്കെ, ജസ്റ്റ് വേറൊരു കുട്ടി വന്നിരുന്നല്ലോ, ആരായിരുന്നു? ഹലോ മാം, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഷംസീന. ഞാൻ കാസർഗോഡ് നിന്നാണ്, മഞ്ചേശ്വരം, കർണാടക ബോർഡറായി വരും. എൻ്റെ ഹസ്ബൻഡ് പുറത്താണ്, അബുദാബിയിൽ. 2 കുട്ടികളുണ്ട്. ഒരു മോന് 9 വയസ്സായി, പിന്നെ ചെറിയ കുഞ്ഞിന് 3 വയസ്സായി, കുഞ്ഞാണ്. പിന്നെ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണ്. അതുപോലെ തന്നെ BBM ചെയ്തിട്ടുണ്ട്. ഫൈനൽ ഇയർ എക്സാം എഴുതാൻ കഴിഞ്ഞിട്ടില്ല, ഡെലിവറി ടൈം ആയതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ PGക്ക് ജോയിൻ ചെയ്തു. നെക്സ്റ്റ് കുഞ്ഞിനെ ജോയിൻ ചെയ്യുന്ന സ്കൂളിൽ പഠിപ്പിക്കാനാണ് താല്പര്യം. ഹലോ, പ്രിയങ്ക പറഞ്ഞോടാ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. മാം, എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ PG കഴിഞ്ഞു. PG കഴിഞ്ഞിട്ട് BEdന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ BEdന്റെ ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഈ ലിങ്ക് കിട്ടിയത്. അങ്ങനെ മോണ്ടിസോറി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇയറിന് BEdന് ചെയ്യണം. ഹായ് മാം, എൻ്റെ പേര് ജംഷീന. മലപ്പുറം തിരൂര്. വീട്ടില് 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് വിദേശത്താണ്. ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഇതൊരു ഗ്രൂപ്പ് വഴിയാണ് ഇതിന്റെ ഇത് കിട്ടിയത്. ഇതിലേക്ക് വന്നതാണ്. ഹലോ മാം. ഹലോ, എൻ്റെ പേര് ജയശ്രീ. ഞാൻ കൊല്ലമാണ്. 2 മക്കളുണ്ട്. ഒരാൾ 1ലും ഒരാൾ 4ലും പഠിക്കുന്നു. കുടുംബശ്രീയുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് കണ്ടത്. അങ്ങനെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ഹായ് മാം, എൻ്റെ പേര് അൻസില. ഞാൻ നാട് ഇപ്പൊ UAE-ലാണ്. എനിക്കൊരു മോളുണ്ട്, ഇവിടെ ഹസ്ബൻഡും ഉണ്ട്, 3 വയസ്സായ മോള്. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ചേർന്നത്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളവർ നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ നിങ്ങൾ പേര് പറയാം. ആദ്യത്തെ കുറച്ച് ദിവസം പേരൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എനിക്ക്. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും, ഒരു 1 month കഴിയുമ്പോഴേക്കൊക്കെ നിങ്ങളുടെ പേരൊക്കെ ഞാൻ
മനസ്സിലാക്കാം. നമുക്ക് ഇന്ററാക്റ്റീവ് സെഷനിലൂടെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങിക്കണം എന്നാണ് എന്റെയും അഭിപ്രായം. കാരണം നമുക്ക് ലെക്ചറിലോട്ട് മാത്രം കൊണ്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് ആണ്. അപ്പൊ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കും എന്ന് വിചാരിക്കുന്നു. മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടോ? ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. യെസ് മാം. കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല. ആണോ? കിട്ടിയിട്ടില്ല. ഓർഡർ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പിന്നെ PR എടുത്ത് സംസാരിക്കാം. എന്തെങ്കിലും ടെസ്റ്റ് കിട്ടാത്തില്ലെങ്കിൽ. ഓക്കെ, കിട്ടിയവരാണെങ്കിൽ ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിനെ കുറിച്ച് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മൊഡ്യൂള് 1. മൊഡ്യൂള് 1 പാർട്ട് 1 4th യൂണിറ്റ് ആണ്. മൊഡ്യൂള് 1 പാർട്ട് 1 4th യൂണിറ്റ് ആണ്. കുട്ടികൾ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർട്ട് 1 യൂണിറ്റ് 4 കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര് കേട്ടോ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്. ഞാൻ അതിന്റെ ഇമേജ് ഷെയർ ചെയ്യാം. PDF ഷെയർ ചെയ്യുന്നുണ്ട്. വന്നിട്ട് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എനിക്കറിയാലേ. എപ്പോഴും കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്ക് എന്തായാലും അറിയാൻ പറ്റും. കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരും അല്ലെ. ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. എനിക്ക് തോന്നുന്നു മന്ത്ലി ഡോക്ടറിന്റെ അടുത്ത് പോവാത്തവരാരും ഉണ്ടാവില്ല അല്ലെ. ഏതെങ്കിലും ഒരു മാസം എങ്ങാനും പോവാതിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാ മാസവും ഏകദേശം പോവാറുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള കാരണം? ശേഷിക്കുള്ള കുറവ്, കുറവായത്. ഇമ്മ്യൂണിറ്റി ഓക്കെ. അപ്പോ നമുക്ക് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റിയിലെ കുറവ് കാരണമാണ് അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. അപ്പൊ എന്തെല്ലാമാണ് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഇതിപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ കുട്ടികളുടെ രോഗലക്ഷണങ്ങൾ കണ്ട് അതെന്ത് രോഗമാണെന്ന് മനസ്സിലാക്കണം. ചില രോഗങ്ങൾക്ക് ഐസൊലേഷൻ നിർബന്ധമാണ്. അപ്പൊ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ്. നമുക്കറിയാം നമ്മളെക്കാൾ കൂടുതൽ ന്യൂട്രീഷൻ ന്യൂട്രീഷ്യസ് ഫുഡിന്റെ കുറവ് കൊണ്ടാവാം കേട്ടോ. പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് കിട്ടാത്തത് കൊണ്ടാണ് ഇമ്മ്യൂണിറ്റി വരുന്നത്. ഇമ്മ്യൂണിറ്റി കുറവ്, ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി വരാനുള്ള കാരണം, ലാക്ക് ഓഫ് ഇമ്മ്യൂണിറ്റി വരാനുള്ള കാരണം ന്യൂട്രീഷൻ പ്രോപ്പർ ആവുന്നില്ല. അപ്പൊ നമ്മുടെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ പ്രകൃതിയായിട്ട് ക്ലോസ് ആയിട്ടുള്ളവരാരാണ്? കുട്ടികളല്ലേ. കുട്ടികൾ നമ്മളോട് നമ്മളിപ്പോ ചപ്പലിടാണ്ട് പുറത്തേക്ക് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ കുട്ടികള് അതൊന്നും അവർ ശ്രദ്ധിക്കാറില്ല. ചിലപ്പോ മണ്ണിൽ നടക്കും. കളിക്കാൻ പോകുമ്പോൾ നമ്മളിപ്പോ കുട്ടികൾ പറയും നമ്മൾ ചപ്പലൊക്കെ എല്ലാ കുട്ടികളും പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യുന്നുണ്ടെന്ന് പറയും. എന്നാലും കുട്ടികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ മേ ബി അത് റിമൂവ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കളിക്കാനൊക്കെ നിൽക്കുന്നത്. മേ ബി അതിലൂടെ ചെറിയ മുറിവുകളിലൂടെ പോലും ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യും. കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, എന്തെല്ലാം ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ട് കോമൺലി കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സുബി മാത്യു അല്ല മ്യൂട്ട് ആക്കണം. ഓക്കേടാ. അപ്പോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും മ്യൂട്ട് ആവുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം മ്യൂട്ട് ഓൺ ചെയ്ത് സംസാരിക്കാം. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. പിന്നെ റെക്കോർഡ് ക്ലാസ്, നമ്മളിപ്പോ ഇന്ന് ക്ലാസ് കിട്ടിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യും. റെക്കോർഡ് ക്ലാസ്സിലും ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും മ്യൂട്ട് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മ്യൂട്ട് ഓൺ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ടൈമിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് അതേപോലെ തന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്കുള്ള ടൈം നമ്മൾ അലോ ചെയ്യാം. അയാൾ സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സംസാരിക്കാം. ഓക്കെ,
നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാലേ നമുക്ക് ഈ ഒരു ക്ലാസ് പ്രോപ്പർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കുന്നു എനിക്ക്. ഓക്കെ. Children get various kinds of disease due to absence of immunity. കുട്ടികളിൽ എങ്ങനെയാണ് എപ്പോഴും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അസുഖങ്ങൾ വരാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി കുറവ് മൂലമാണ് കുട്ടികളിൽ എന്താ അസുഖങ്ങൾ വരുന്നത്. As children are disclosed to the surroundings, നമുക്കറിയാം കുട്ടികൾ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ട് ഡിസ്ക്ലോസ് ആണ്. കാരണം അവർ എൻവയോൺമെന്റ് അറിയണം, എൻവയോൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുണ്ട്. സോ ചൈൽഡ്ഹുഡ് ഈസ് എ പീരീഡ് ഓഫ് കണ്ടിന്യൂസ് ചേഞ്ചസ്. നമുക്കറിയാം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ചേഞ്ചസ് വരുന്ന ഒരു പീരീഡ് ആണ് ഏത് ചൈൽഡ്ഹുഡ്. ദേ ആർ ലൈക്ലി ടു സഫർ ഫ്രം ഡിസീസ് ബിക്കോസ് ഓഫ് ഹാർംഫുൾ ഫോഴ്സ് ഇൻ ദ എൻവയോൺമെന്റ്. നമ്മളുടെ ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സുകൾ, നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റ് ഉണ്ട്. സോ ഇതൊക്കെ മൂലം നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എ വൈഡ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ എക്സിസ്റ്റ് ഇൻ അവർ എൻവയോൺമെന്റ്. ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. അപ്പോ ഇത് കാരണം ഈ ബാക്ടീരിയാസ് ഓർ ജേംസ് പാരസൈറ്റ്സ് മൂലം നമ്മുടെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ദേ ആർ ത്രെറ്റ് ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ കുട്ടികളുടെ ഹെൽത്തിന് അതൊരു ഭീഷണിയാണ്. ഡിസീസ് മേ ബി കോസ്ഡ് ബൈ ജേംസ്. ഈ അസുഖങ്ങൾ മേ ബി ജേംസ് വഴി വരാം, പാരസൈറ്റ്സ് ഓർ പോയിസൺ ഓർ ഡിസീസ് ആർ മെയിൻലി ടു ടൈപ്സ്. കോമൺലി നമ്മളെ ഡിസീസിന് ഒത്തിരി ഡിവിഷൻ ഉണ്ടെങ്കിലും നമ്മളുടെ ചാപ്റ്ററിൽ നമ്മൾ രണ്ടായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്, കണ്ടാജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ്. കണ്ടാജീനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ കണ്ടാജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോവിഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമായിരുന്നു ഇത് COVID-19 എന്ന് പറയുന്നത്. കോവിഡ് വന്നിട്ടുള്ളവരുണ്ടോ? ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു അസുഖം എനിക്ക് വന്നോന്ന് അറിയില്ല. കാരണം കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലാർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടെന്നൊക്കെ ഗവൺമെന്റിൽ നിന്ന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ കോവിഡ് ആണോ വന്നതെന്ന് അറിയില്ല. അപ്പോ നമ്മുടെ നമ്മുടെ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രണ്ട് ടൈപ്സ് ഓഫ് ഡിസീസാ പറയുന്നത്. ഒന്ന് ഇൻഫെക്ഷനിലൂടെ, ഫുഡിൽ നിന്നോ വാട്ടറിൽ നിന്നോ എയറിൽ നിന്നോ ഇൻഫെക്ഷനിലൂടെ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവും. ഇപ്പൊ നമ്മുടെ കുട്ടികളെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുട്ടിക്ക് വയ്യ, ഈവനിങ് ആയപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ വയ്യെങ്കിൽ നമ്മളൊന്ന് ചോദിച്ചാൽ മതി, ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ചുമയോ അല്ലെങ്കിൽ വയ്യാടിയോ ഉണ്ടായിരുന്നോ എന്ന്. അപ്പൊ മേ ബി അവന്റെ ഫ്രണ്ടിനെ വയ്യാതിരിക്കും. അപ്പൊ പെട്ടെന്ന് ഈസിലി എന്താണ് ഈ കുട്ടിക്കും അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം കുട്ടികളിൽ ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം അവർക്ക് ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. പെട്ടെന്ന് രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ അത് റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുട്ടിയുടെ ബോഡിയിൽ ബിൽഡ് ചെയ്തെത്തി. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടീജിയസ് ഡിസീസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോണ്ടാക്ട്. നമുക്ക് കോണ്ടാക്റ്റിലൂടെയാണ് ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്. The germs of these disease are very strong. ഈ അസുഖങ്ങളുടെ ജേംസ് വളരെ സ്ട്രോങ് ആണ് അല്ലെ? കോവിഡിന്റെ ഒക്കെ എന്താ പറയാ, COVID-19 ഒക്കെ വന്നവർക്ക് അറിയാൻ പറ്റും. ആ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ഹെൽത്തിന് അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ ഓക്കെ ആവാൻ കുറെ ടൈം എടുക്കും. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, ഇത് കുട്ടികൾക്കാണ് വരുന്നത്. ഒട്ടും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത ഒത്തിരി വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് വരുമ്പോൾ അത് അവരെ കൂടുതൽ ക്രിട്ടിക്കലി പെട്ടെന്ന് ഈസി സ്പ്രെഡും ആവും, പെട്ടെന്ന് ക്രിട്ടിക്കൽ ആക്കാനും കാരണമാകും. നമുക്കറിയാം ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ മേ ബി ആ ക്ലാസ് റൂമിലുള്ള മറ്റു കുട്ടികൾക്ക് ആ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ദ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ്. പിന്നെ മീഡിയം ഓഫ് ഇൻഫെക്ഷൻ ഡിസീസ് വരുന്ന മീഡിയം ആണ് ഫുഡ്, എയർ, വാട്ടർ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്. പിന്നെ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സിലൂടെയൊക്കെ മറ്റ് ഇൻഫെക്ഷൻ ഡിസീസുകളും സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. കുട്ടികളിൽ കോമൺ ആയിട്ട് എപ്പോഴും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ്. ഇമ്മ്യൂണിറ്റി കുറവ് മൂലമാണ് കുട്ടികളിൽ അസുഖങ്ങൾ വരുന്നത്.
നമുക്കറിയാം ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് കണ്ടിന്യൂസ് സ്റ്റേജസ് ആണ്. അപ്പൊ ആ ടൈമിൽ മേ ബി നമ്മളെ എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികൾ ഒരുപാട് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെന്താ പറയുന്നത് എന്താണ് ക്ലിയർ ആണ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കണ്ണിൽ പോലും കാണാൻ പറ്റാത്തത്രയും മൈക്രോ ഓർഗാനിസംസ്, നമ്മുടെ ഹെൽത്തിന് ഹാർംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. സോ ഇത് മേ ബി ഒരു കുട്ടീനെ ഹെൽത്ത് ഓക്കെ അല്ലാതെ ആക്കാനായിട്ട് കാരണമാകുന്നുണ്ട്, ഹെൽത്തി ആക്കാനായിട്ട് കാരണമാകും. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് നമ്മൾ നോക്കി, കണ്ടേജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസുകൾ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖത്തെ കണ്ടേജീനിയസ് ഡിസീസ് എന്ന് പറയും. പിന്നെ ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫുഡ്, വാട്ടർ, എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെ ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറയും. ജസ്റ്റ് ഞാൻ ടോപ്പിക് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വീക്ക് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ലാസ്റ്റ് നമ്മള് സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പ്രിപ്പയർഡ് ഉണ്ട് മാഡം. എന്റെ പേര് മഞ്ജു എന്നാണ്. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിനും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കും എന്താണ് മോണ്ടിസോറി ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി പറയുന്നു. ഓക്കെ മാഡം. ഓക്കെ എടാ, നന്നായിട്ടുണ്ട്. ഓക്കെ എടാ, താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. താങ്ക് യു മാം. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ?